இதுல வந்து புதையல் இருக்குதாமா, புதையல் நிധി ഗോൾഡ് இருக்காமா. ഇതാണ് ആ സ്ഥലം. കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള സ്വർണങ്ങളും പവിഴങ്ങളും രത്നങ്ങളും ഈ ഭൂമിക്കടിയിലുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അവർ കുഴിച്ചിട്ടതാണ്. ഇത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള കാടുമുട്ടായി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിനടിയിലുള്ള സ്വർണ്ണമെടുക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുകയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്ത ദുരൂഹമായ ഒരു സ്ഥലമാണ് ഈ കാടുമുട്ടായി. വലിയ ദുരൂഹ മരണങ്ങൾ ഇവിടെ സംഭവിച്ചതിന് ശേഷം ഗവൺമെൻറ് ഈ സ്ഥലം ഫെൻസ് ചെയ്ത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുഴിക്കാനോ ഒരു കല്ല് പോലും എടുക്കാനുള്ള അവകാശം ഇപ്പോൾ. വെറും ഒരടി കുഴിച്ചാൽ കോടിക്കണക്കിന് നിധിശേഖരം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഒരടി പോയിട്ട് ഒരു കല്ല് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എടുത്തവരാരും ഇന്ന് ജീവിച്ചിരിക്കില്ല. നമ്മൾ നിൽക്കുന്നത് കാടുകുട്ടൈ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പണ്ട് ചോള രാജാക്കന്മാർ അവരുടെ കോടിക്കണക്കിന് സ്വർണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും കുഴിച്ചിട്ട ഒരു സ്ഥലമാണ്. ഇന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ആർക്കും ഇതിൽ കയറി കുഴിക്കാനോ ഒരു പാറ കഷ്ണം പോലും എടുക്കാനുള്ള അവകാശമില്ല. ആരും കാണാതെ വന്ന് എടുത്താൽ തന്നെ അവരാരും ഈ ഗേറ്റിൻ്റെ വെളി കിടക്കാറില്ല. ഈ ഗേറ്റിൻ്റെ വെളി കിടക്കും തോറും ഇവർ ഇവിടെ വീണ് മരിച്ചിരിക്കും. അങ്ങനെ ഒരു നിഗൂഢമായ സ്ഥലമാണ്. അതുകൊണ്ട് ആരും ഇതിനകത്ത് ഒന്നും എടുക്കാറില്ല. ഇന്ന് നമ്മൾ ഇതിനകത്തെ കാഴ്ചകളാണ് ഗൈസ്. ഒരു വിഷയം ഇതാണ് ഈ ഗവൺമെന്റ് ബാൻ பண்ண സ്ഥലം ഇതാണ്. இதுல வந்து புதையல் இருக்குதாமா, புதையல் நிதி கோல்டு இருக்காமா. அரசாங்கம் வந்து யாரும் அங்க புழங்க கூடாதுன்னு வேலி போட்டிருக்காங்க. வேலி போட்டு இருக்கா உள்ளது തന്നെ அதான் இருக்குன்னு ஒரு நம்பிக்கையில் வெள்ளக்காரங்க ஆட்சியிலேயே இருக்குதுன்னு ஒரு அகீதம் இருக்குது. இப்போ ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ, ഇന്ത്യ ഗവൺമെന്റ് പ്രോപ്പർട്ടി. ആരും ഉള്ള എന്തായാലും ഈ നിഗൂഢമായ സ്ഥലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതിനകത്ത് പ്രവേശിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പ്രത്യേക റെസ്ട്രിക്ഷൻ ബോർഡൊന്നുമില്ല. പല ഭൂതങ്ങളുടെയും നിഗൂഢമായ ശബ്ദം നമുക്കിതിനകത്ത് കേൾക്കാൻ സാധിക്കും. കണ്ടോ, ആരുടെയോ പൊട്ടിച്ചിരികൾ, ആരുടെയോ കരച്ചിൽ. കണ്ടോ 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 പണ്ട് ചോള രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്വിച്ച് ബോർഡുകൾ വരെ ഇതിലുണ്ട്. യെസ്, പക്ഷേ ഈ സ്വിച്ച് ബോർഡുകളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ഇത് ചോള രാജാവിൻ്റെ മകൻ ഉപയോഗിച്ച സ്വിച്ച് ബോർഡാണ്. യെസ്, അവരുപയോഗിച്ച ഹീറ്ററാണ്. യെസ്, അവരിവിടെ സ്വർണം കുഴിച്ചിട്ടിട്ട് പോകുമ്പോൾ ഉപേക്ഷിച്ച ചാക്കാണ് ഗൈസ്. നമ്മൾ അടുത്തോട്ട് പോവുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഭൂമി, ഒരുപാട് പേരുടെ രക്തങ്ങൾ വീണ ഭൂമി. ഇത് കുഴിച്ചു നോക്കിയവർ ഇവിടുന്ന് കിട്ടിയ സ്വർണവും പണ്ടവുമായി ഇതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല, മരിക്കും. അങ്ങനത്തെ നിഗൂഢമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടുത്തെ ഒരു പാറകൾ ഉണ്ടാ, ഇതിൻ്റെ അടിയിലങ്ങാണ്ടാണ് ആ സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു പാറ കഷ്ണം പോലും ആർക്കും എടുക്കാൻ പാടില്ല. എടുത്താൽ തന്നെ അവരെ കാര്യം കഥം ഹോക്കെയാണ് കേട്ടോ. നമ്മൾ അടുത്തടുത്ത് ചെല്ലുകയാണ് കേട്ടോ. ഓരോ കല്ലിനും ഓരോ ചരിത്രം പറയാനുണ്ട്. ചോള രാജാക്കന്മാരിൽ തൊടാൻ പോലും പാടില്ല കേട്ടോ. അവർ കാലത്തുണ്ടായിരുന്ന അതേ കല്ലുകൾ തന്നെയാണ്, അതേ പൊസിഷനാണ്. ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടെ ഇതറിയപ്പെടുന്നത്. എന്തായാലും ഇതുവരെ വന്നപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഇവിടെ കയറിയതാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സ്വർണ്ണം ഉണ്ടെന്ന് നല്ല ശക്തമായ, നമ്മൾ ആ ചേട്ടന്മാർ പറഞ്ഞു കേട്ടില്ലേ, ശക്തമായ പ്രചാരണമുണ്ട്. ഒരുപാട് പേര് കുഴിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളായപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഫെൻസ് ചെയ്ത് എല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബാക്കി ചോള രാജാക്കന്മാർ കാണും. ഓക്കെ, അവർ ബൈ.